നമസ്കാരം. ലോകത്തെ ഏത് കാടത്തരം നിറഞ്ഞൊരു പരിപാടി നടന്നാലും അതിനെ നാം വിശേഷിപ്പിക്കുന്നത് താലിബാൻ മാതൃകയിൽ നടന്ന പ്രവൃത്തി എന്നാണ്. അതേ താലിബാൻ പോലും ചെയ്യാത്ത ഒരു ഹീനമായ നടപടി ചെയ്തു കൂട്ടി ഏത് ലോക റെക്കോർഡിൽ ഇടം നേടാനാണ് ഈ പാകിസ്ഥാന്റെ ശ്രമമെന്ന് അറിയില്ല. എന്തായാലും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒന്ന് തന്നെയാണ് പാകിസ്ഥാന്റെ ഈ ഏറ്റവും പുതിയ നടപടി. കാശുണ്ടാക്കാൻ എന്തിനെ വിറ്റ് മുതലാക്കാനുള്ള പാക് ഐഡിയ ലോകത്ത് ഒരു രാജ്യവും പരീക്ഷിച്ചു പോലും നോക്കാൻ തയ്യാറാകാത്ത ഒന്നായിരുന്നു. പക്ഷെ അത് പാകിസ്ഥാൻ ചെയ്തു കാട്ടി. റാവൽപിണ്ടിയിൽ നിന്നുള്ള വനിതാ അഭിഭാഷക പാക് സർക്കാരിനെതിരെ ലാഹോർ കോടതി ഇപ്പോൾ സമീപിച്ചിരിക്കുകയാണ്. മഖ്നൂർ ഒമർ എന്ന അഭിഭാഷകയുടെ ആവശ്യം പീരീഡ് ടാക്സ്, ആർത്തവ നികുതി എന്ന പേരിൽ പാക് ഭരണകൂടം സ്ത്രീകൾക്ക് ചുമത്തിയ ഉയർന്ന നിരക്കിലുള്ള ആഡംബര നികുതി പിൻവലിക്കണം എന്ന് തന്നെയാണ്. അങ്ങനെ സാനിറ്ററി പാഡുകൾക്ക് പാകിസ്ഥാനിൽ വില കുറയ്ക്കണമെന്നാണ് ഈ അഭിഭാഷകയുടെ ആവശ്യം. ആർത്തവ നികുതി എന്ന പേരിൽ അറിയപ്പെടുന്ന ഉയർന്ന നിരക്കുള്ള നികുതികളും ഡ്യൂട്ടികളും ചുമത്തിയതോടെ പാകിസ്ഥാനിലെ വളരെ ചെറിയ ഒരു സമ്പന്ന വിഭാഗത്തിന് മാത്രമാണ് ഇപ്പോൾ സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കാനുള്ള യോഗ്യതയുള്ളത്. ഉൽപ്പന്നത്തിന്റെ വിലയുടെ 40% വരെയാണ് പാക് സർക്കാർ സ്ത്രീകളിൽ നിന്നും ഇങ്ങനെ പിടിച്ചു വാങ്ങിക്കുന്നത്. സർക്കാർ സാനിറ്ററി പാഡുകളെ ആഡംബര വസ്തുക്കളായി കാണരുതെന്നാണ് ഇപ്പോൾ ഇവരുടെ ആവശ്യം. സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾക്കും പെർഫ്യൂമുകൾക്കും ഒക്കെ ചുമത്തുന്ന അതേ നികുതി തന്നെ പാക് സർക്കാർ ഈ സാനിറ്ററി പാഡുകൾക്കും ചുമത്തുന്നതാണ് ഏറ്റവും ദുഃഖകരം. ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നൊരു, ലോക ആരോഗ്യ മേഖലയിൽ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും അങ്ങനെ പുറത്തു വന്നത്. മന്ത്രിമാരായിട്ടും ജനപ്രതിനിധികളുമായിട്ടൊക്കെ നിരവധി സ്ത്രീകൾ പാക് സർക്കാരുകൾ ഉണ്ടായിരിക്കെ ഈ ലിംഗവിവേചനം നടക്കുന്നത് അവരറിയാതെയാണോ അറിഞ്ഞിട്ടാണോ എന്നാണ് ഈ അഭിഭാഷക കോടതിയിൽ ചോദിക്കുന്നത്. വില വളരെ കൂടുതലായതിനാൽ, ആഡംബര വസ്തുവായതിനാൽ ഗ്രാമീണ മേഖലയിൽ 16% താഴെ സ്ത്രീകൾ മാത്രമേ ആർത്തവകാലത്ത് ഈ പാഡ് ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെയാണ് ഒരു പഠനം വ്യക്തമാക്കിയത്. അടുത്തിടെ ചില അവശ്യ വസ്തുക്കളെ പാക് സർക്കാർ നികുതിയിൽ നിന്ന് ഒഴിവാക്കി. എന്നിട്ടും അവർ ഈ സാനിറ്ററി പാഡുകളെ വെറുതെ വിട്ടില്ല. അത് ആഡംബരം തന്നെയാണ് പാക് സർക്കാരിന് വേണ്ടി. പാൽ, ചീസ് എന്നിവയ്ക്കെല്ലാം പാക് സർക്കാർ വില കുറച്ചു. പിന്നെ എന്തുകൊണ്ട് സാനിറ്ററി പാഡുകൾ വില കുറയ്ക്കുന്നില്ല, നികുതി ഒഴിവാക്കുന്നില്ല എന്നാണ് ഒമർ ചോദിക്കുന്നത്. പാകിസ്ഥാനിലെ 109 മില്യൺ സ്ത്രീകളിൽ, ഓർക്കണം 1-2 109 മില്യൺ സ്ത്രീകളാണ് ഇന്ത്യയുടെ അതിർത്തിക്ക് അപ്പുറത്ത് പാകിസ്ഥാനുള്ളത്. ഇതിൽ വലിയൊരു വിഭാഗം സ്ത്രീകൾക്ക് എല്ലാ മാസവും ഉപയോഗിക്കാൻ സർക്കാർ നിഷേധിക്കുന്ന ഒരു അവകാശമാണ് ഈ ആഡംബര നികുതിയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആരോഗ്യരംഗത്ത് അവബോധം സൃഷ്ടിക്കുകയും പാവങ്ങൾക്ക് ആർത്തവകാലത്ത് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഇന്ത്യൻ മാതൃക, അതാണ് പാകിസ്ഥാനിലെ മഹാവരി ജസ്റ്റിസ് എന്നൊരു സംഘടന പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സംഘടനയുടെ പിന്തുണയാണ് ഒമർ ഇങ്ങനെ നിയമ നടപടിക്കായി തുനിഞ്ഞിറങ്ങിയത്. സ്വന്തം രാജ്യത്തെ സ്ത്രീകളുടെ ആരോഗ്യത്തിനോ ശുചിത്വത്തിനോ പോലും ഒരു വില കൊടുക്കാത്ത പാക് സർക്കാർ ഇന്ത്യയിലെ സർക്കാർ എന്താണ് ചെയ്യുന്നത്, കേരള സർക്കാർ എന്താണ് ചെയ്യുന്നത്, കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്താണ് നടക്കുന്നത്, ഇതൊക്കെ ഒന്ന് കണ്ടറിയണം. 2-3 ദിവസം അവധി നിയമാനുസൃതമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ. പക്ഷേ തലയ്ക്ക് വെളിവില്ലാത്ത പാകിസ്ഥാനോട് ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അവർ എന്താണ് ആഡംബരം എന്ന് കാണുന്നു അതിന് വില കൂടും. ഭരണാധികാരികളുടെ ഭാര്യമാർക്ക് പോലും ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ അധികാരമില്ലാത്ത, അവകാശമില്ലാത്ത നാട്. അത് തന്നെയാണ് പാകിസ്ഥാന്റെ ഈ ദുരവസ്ഥയും. എന്തായാലും ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു ആവശ്യവുമായിട്ടാണ് ഈ വനിതാ അഭിഭാഷക പാക് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നീതി കിട്ടുമോ എന്ന കാര്യത്തിൽ തുലവും സംശയം മാത്രമേ ഉള്ളൂ. കാരണം അവിടെ സ്ത്രീകൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് നീതി നിഷേധിക്കുക പാക് സർക്കാരിന്റെ ഏറ്റവും വലിയ വിനോദങ്ങളിലൊന്നാണ്. എങ്കിലും ലോകത്തെ തന്നെ സുപ്രധാനമായ നീക്കങ്ങളിലൊന്നു തന്നെയാണ് ഈ സാനിറ്ററി പാഡിന്റെ ആഡംബര പദവിയും ആഡംബര നികുതിയും എടുത്തു കളയണം എന്നാവശ്യപ്പെട്ട് ഈ ഒരു വനിതാ അഭിഭാഷക പാക് കോടതിയെ തന്നെ സമീപിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച